എന്താണ് ബ്ലഡ് മണി എന്ന് നിങ്ങൾക്കറിയാമോ? ഒരു കൊലപാതകം ചെയ്യുന്നതിന് മുമ്പ് മലയാളി നഴ്സ് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ എന്തൊക്കെയാണ്? നിമിഷപ്രിയയുടെ കേസ് ഏറെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് നിമിഷപ്രിയ എന്ന ഇന്ത്യക്കാരി യമനിൽ ഒരാളെ കൊലപ്പെടുത്തിയിരുന്നു. ഇസ്ലാമിന്റെ അകത്തും പുറത്തുമുള്ള ഒരാളെ കൊന്നാൽ ആർക്കും വധശിക്ഷ നൽകുമെന്നതാണ് അവിടുത്തെ നിയമം. അതിനാൽ നിമിഷയ്ക്കും വധശിക്ഷ വിധിച്ചു. എന്നാൽ നിമിഷയ്ക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ അവസരമുണ്ട്. ഖുറാനിൽ ബ്ലഡ് മണിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൂടെ വധശിക്ഷ കിട്ടിയ ഒരാൾക്ക് പോലും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാകും. എന്താണ് ബ്ലഡ് മണി എന്നും നിമിഷയുടെ കാര്യത്തിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുമെന്നും നിമിഷ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വിദേശത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. എല്ലാവർക്കും ഫെമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നിമിഷപ്രിയ കേരളത്തിലെ പാലക്കാടാണ് ജനിച്ചത്. നഴ്സിംഗ് പഠിച്ച നിമിഷ ടോമി തോമസ് എന്നയാളെ വിവാഹം കഴിക്കുകയും 2012 അദ്ദേഹത്തെയും കൂട്ടി യമനിൽ പോവുകയും ചെയ്തു. അവിടെ സ്വന്തം ക്ലിനിക് തുറക്കാൻ ആഗ്രഹിച്ച നിമിഷ യമൻ പൗരനായ തലാൽ അബ്ദു മെഹ്ദിയുടെ സഹായം തേടി. കാരണം അവിടുത്തെ നിയമം അനുസരിച്ച് ഒരു വിദേശിക്ക് ഒറ്റയ്ക്കൊരു ക്ലിനിക്ക് തുടങ്ങാൻ സാധിക്കില്ല. ക്ലിനിക്ക് തുടങ്ങാനുള്ള പണം സമാഹരിക്കാൻ നിമിഷയോടൊപ്പം മെഹ്ദി കേരളത്തിൽ വന്നിരുന്നു. ഈ യാത്രയിൽ അവർ ഒന്നിച്ചുള്ള ധാരാളം ഫോട്ടോകൾ എടുക്കുകയും ചെയ്തു. ആ ഫോട്ടോകൾ പിന്നീട് നിമിഷയുടെ ജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്തു. യമനിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ച സമയത്ത് നിമിഷപ്രിയയുടെ ഭർത്താവും കുട്ടിയും കേരളത്തിൽ വന്ന് താമസിച്ചു. മെഹ്ദിയും പ്രിയയും അവരുടെ പ്ലാൻ പ്രകാരം സ്വന്തം ക്ലിനിക്ക് തുറക്കുകയും ചെയ്തു. നിമിഷ നേരത്തെ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിന്റെ ഉടമ അവളുടെ പുതിയ സംരംഭത്തിൽ അസ്വസ്ഥനായിരുന്നു. ഒടുവിൽ ഉടമയ്ക്ക് 33% ഓഹരികളും മെഹ്ദിക്ക് 67% ഓഹരികളുമുള്ള ഒരു ഉടമസ്ഥാവകാശ കരാർ ഒപ്പിടാൻ അവൾ നിർബന്ധിതയായി. ക്ലിനിക്ക് തുടങ്ങിയ ഒരു മാസത്തിനുള്ളിൽ നിമിഷയ്ക്ക് നല്ല വരുമാനം ലഭിച്ചു. മെറ്റീരിയലുകൾ ശേഖരിക്കാനും കുറച്ച് പണം നൽകാനും മെഹ്ദി നിമിഷയെ സഹായിച്ചിരുന്നു. പക്ഷെ നിമിഷയുടെ വരുമാനം മെഹ്ദിയെ ഞെട്ടിച്ചു. വരുമാനത്തിന്റെ ഒരു വിഹിതം തനിക്ക് നൽകണമെന്ന ആവശ്യം അയാൾ ഉന്നയിച്ചു. അവിടെ മുതൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. അവർ ക്ലിനിക്കിന് വേണ്ടി വാങ്ങിയ വാഹനങ്ങൾ അയാൾ തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. താമസിയാതെ മെഹ്ദി നിമിഷയുടെ പ്രതിമാസ വിഹിതം ക്ലിനിക്കിൽ നിന്ന് പിടിക്കാനും തുടങ്ങി. ഈ വിഷയത്തിൽ നിമിഷ ക്ലിനിക്കിലെ മാനേജറെ ചോദ്യം ചെയ്തപ്പോഴാണ് തലാൽ ക്ലിനിക്കിലെ എല്ലാവരോടും നിമിഷ അയാളുടെ ഭാര്യയാണ് എന്ന് പറഞ്ഞിരുന്നു എന്ന് അറിഞ്ഞത്. നിമിഷയുടെ ഭർത്താവാണെന്ന് കരുതി മാനേജർ തലാലിന് ബിസിനസിന്റെ പ്രതിമാസ വിഹിതം നൽകുകയായിരുന്നു. ഇതിനെക്കുറിച്ച് നിമിഷ തലാലിനെ ചോദ്യം ചെയ്തപ്പോൾ അവളൊരു അവിവാഹിതയായ സ്ത്രീയാണെന്ന് കരുതി മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാകാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു അയാളുടെ വാദം. 2015 നിമിഷയോടൊപ്പം തലാൽ കേരളത്തിലെത്തിയപ്പോൾ അവളുടെ മാരേജ് ആൽബത്തിൽ നിന്ന് ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോയിൽ അയാളുടെ മുഖം മോർഫ് ചെയ്ത ശേഷം അവർ വിവാഹിതരാണെന്ന് പറഞ്ഞ് തലാൽ വീട്ടുകാരെയും വിശ്വസിപ്പിച്ചു. നിമിഷയെ ആരും വിശ്വസിക്കാത്തതിനാൽ 2016 നിമിഷ പോലീസ് സ്റ്റേഷനെ സമീപിച്ച് പരാതിപ്പെട്ടു. എന്നാൽ യമൻ നിയമപ്രകാരം തലാലിനൊപ്പം നിമിഷയെയും അറസ്റ്റ് ചെയ്തു. നിമിഷയ്ക്ക് 16 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. വ്യാജ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ തലാൽ അത് കോടതിയിൽ സമർപ്പിച്ചതോടെ അവരെ വിട്ടയക്കുകയായിരുന്നു. പിന്നീട് തലാൽ നിമിഷയെ ശാരീരികമായി ആക്രമിക്കാൻ തുടങ്ങി. ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് പോലും അയാൾ അവളെ മർദ്ദിക്കാറുണ്ടായിരുന്നു. അയാൾ നിമിഷയുടെ വിസയും പാസ്പോർട്ടും ഉൾപ്പെടെ നിരവധി രേഖകൾ തട്ടിയെടുത്തു. അവനോടൊപ്പം ജീവിക്കാൻ അവളെ നിർബന്ധിക്കുകയും ചെയ്തു. കൂടാതെ മദ്യപിച്ച് നിമിഷയുടെ താമസ സ്ഥലത്ത് ചെന്ന് അവളെ ശാരീരികമായി ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. രാത്രിയിൽ അയാളുടെ സുഹൃത്തുക്കളെ പോലും അവിടേക്ക് കൊണ്ടുവന്ന് സെക്സിന് നിർബന്ധിക്കാറുണ്ടായിരുന്നു. സ്വയരക്ഷയ്ക്കായി നിമിഷ ഓരോ തവണയും ഓടിപ്പോവുകയാണ് ചെയ്തത്. രാത്രിയിൽ സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കുന്ന സ്ഥലമല്ല യമൻ. പക്ഷെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ റോഡിലൂടെ അവൾക്ക് ഓടേണ്ടി വന്നിട്ടുണ്ട്. നിമിഷയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അവളെ സഹായിക്കാനോ പിന്തുണയ്ക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. പണത്തട്ടിപ്പും ഭൂമി തട്ടിപ്പും മറ്റുമൊക്കെയായിട്ട് ഇടയ്ക്ക് ഒന്നിലധികം തവണ തലാൽ ജയിലിൽ പോയിട്ടുണ്ട്. നിമിഷയുടെ ക്ലിനിക്കിനടുത്ത് ഒരു ജയിലുണ്ടായിരുന്നു. അവിടെ നിമിഷയുടെ പരാതികളുടെ അടിസ്ഥാനത്തിൽ തലാലിനെ പലപ്പോഴും ജയിലിൽ അടച്ചിരുന്നു. നിമിഷയുടെ ക്ലിനിക്കിൽ വരാറുള്ളത് കൊണ്ട് ജയിൽ വാർഡന് അവളുടെ പ്രശ്നങ്ങൾ അറിയാമായിരുന്നു. തലാലിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെയും നാട്ടിലെത്താൻ നിമിഷപ്രിയ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ നിമിഷയുടെ പാസ്പോർട്ട് തലാലിന്റെ കൈവശമായിരുന്നതിനാൽ ഇന്ത്യയിലേക്ക് മടങ്ങാൻ പറ്റില്ലായിരുന്നു. നിമിഷയ്ക്ക് അവസരം ലഭിക്കുമ്പോൾ അവനെ മയക്കിയ ശേഷം എവിടെയെങ്കിലും കൊണ്ടുപോയി പാസ്പോർട്ട് തിരികെ നൽകാൻ നിർബന്ധിക്കാൻ ജയിൽ വാർഡൻ അവളോട് പറഞ്ഞു. ഇതിനുശേഷം നിമിഷപ്രിയ ഒരു പ്ലാൻ തയ്യാറാക്കി. ആദ്യ തവണ അവസരം ലഭിച്ചപ്പോൾ നിമിഷ അവനെ ഒരു മയക്കുമരുന്ന് കുത്തിവെച്ചു. പക്ഷെ അയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായിരുന്നതിനാൽ അത് ഫലം കണ്ടില്ല. പിന്നെ 2017 ജൂലൈയിൽ മറ്റൊരു ദിവസം തലാൽ നിമിഷയുടെ വീട്ടിലിരുന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ നിമിഷ മറ്റൊരു മയക്കുമരുന്ന് അയാൾക്ക് കുത്തിവെച്ചു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം തലാൽ നിലത്ത് വീണ് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവന്റെ ശബ്ദം നിലച്ചു. നിമിഷ പൾസ് പരിശോധിച്ചപ്പോൾ അയാൾ മരിച്ചെന്നുറപ്പായി. തന്റെ തെറ്റ് മറക്കാൻ നിമിഷ തന്റെ സുഹൃത്തായ നഴ്സിന്റെ സഹായത്തോടെ തലാലിന്റെ മൃതദേഹം പല ഭാഗങ്ങളായി മുറിച്ച് ഒരു വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുകയായിരുന്നു.
ഈ സംഭവത്തെ തുടർന്ന് നിമിഷ അറസ്റ്റ് ചെയ്യപ്പെട്ടു. തുടർന്നുള്ള വിചാരണയിൽ യമൻ സർക്കാർ നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. പ്രിയയുടെ ജീവൻ എങ്ങനെ രക്ഷിക്കുമെന്ന ചോദ്യമാണ് പിന്നെ ഉയർന്നു കേട്ടത്. ഇതിനായി ഒരു മാർഗമുണ്ട്. അതാണ് ബ്ലഡ് മണി. ഇസ്ലാമിക നിയമം അനുസരിച്ച് കുറ്റവാളികൾ എങ്ങനെ ശിക്ഷിക്കപ്പെടണമെന്നതിനെക്കുറിച്ച് ഇരകൾക്ക് അഭിപ്രായം പറയാം. കൊലപാതകത്തിന്റെ കാര്യത്തിലും ഈ തത്വം ബാധകമാണ്. കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബമോ അവകാശികളോ ഇരയുടെ കുടുംബം നഷ്ടപരിഹാരമായി പണം നൽകിയാൽ പകരമായി കൊലപാതകിയോട് ക്ഷമിക്കാൻ തീരുമാനിച്ചേക്കാം. കൊലപാതകം ചെയ്തയാൾ വധശിക്ഷയിലൂടെ ശിക്ഷിക്കപ്പെട്ടാലും പണം വാങ്ങി കൊലയാളിയോട് ക്ഷമിക്കാൻ ഇരയുടെ കുടുംബത്തിന് അവകാശമുണ്ട്. ടെക്നിക്കൽ ലാംഗ്വേജിൽ ഇതിനെ ദിയ എന്നും സാധാരണ ഭാഷയിൽ ബ്ലഡ് മണി എന്നുമാണ് പറയുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അല്ലെങ്കിൽ ആകസ്മിക മരണം, അതുപോലെ അശ്രദ്ധയോ മനഃപൂർവ്വമല്ലാത്ത വ്യക്തികൾ മൂലമോ ഉണ്ടാകുന്ന ശാരീരിക പരിക്കുകൾക്കോ ദ്രോഹങ്ങൾക്കോ ബ്ലഡ് മണി ബാധകമാണ്. ഇരയുടെ കുടുംബത്തിന് നഷ്ടപരിഹാര നീതി ലഭിക്കുന്നതിനോടൊപ്പം ക്ഷമയുടെ ഗുണം പ്രോത്സാഹിപ്പിക്കുക എന്ന ആശയമാണ് ഇതിന് പിന്നിലെന്നാണ് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥങ്ങൾ നഷ്ടപരിഹാരമായി ഒരു പ്രത്യേക തുകയും നിശ്ചയിച്ചിട്ടില്ല. എത്ര പണം കൊടുക്കണമെന്ന് ഇരയുടെയും കുറ്റവാളിയുടെയും കുടുംബത്തിന് ചേർന്ന് തീരുമാനിക്കാം. അതേസമയം ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ മിനിമം തുക നിശ്ചയിച്ചിട്ടുണ്ട്. കൂടുതൽ സാമൂഹിക ദ്രോഹത്തിലേക്കോ സംഘർഷത്തിലേക്കോ നയിച്ചേക്കാവുന്ന പ്രതികാരത്തിന്റെ സൈക്കിൾസ് തടയാനാണ് ബ്ലഡ് മണി ലക്ഷ്യമിടുന്നത്. ഇത് അനുരഞ്ജനവും പരസ്പര ധാരണയും പ്രോത്സാഹിപ്പിക്കും. 2024 ജൂണിൽ നിമിഷയുടെ മോചനം സംബന്ധിച്ച ചർച്ചകൾ ആരംഭിക്കുന്നതിന് മൊത്തം $40,000 തുക കൈമാറാൻ ഇന്ത്യ ഗവൺമെന്റ് അനുമതി നൽകി. മാപ്പിന് പകരമായി ഇരയുടെ ബന്ധുക്കൾക്ക് ബ്ലഡ് മണി നൽകാൻ നിമിഷയുടെ കുടുംബം ശ്രമിച്ചു. എന്നാൽ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായും അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായുമുള്ള മാപ്പപേക്ഷയ്ക്കുള്ള ചർച്ചകൾ വഴിമുട്ടിയതോടെയാണ് നിമിഷയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. ഇരയുടെ കുടുംബവുമായി ബ്ലഡ് മണി ചർച്ചകൾക്കായി ഈ വർഷം ആദ്യം മുതൽ പ്രിയയുടെ അമ്മ പ്രേമകുമാരി യമന്റെ തലസ്ഥാനത്തുണ്ട്. യമനിലെ NRI സാമൂഹിക പ്രവർത്തകരുടെ സംഘടനയായ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലാണ് അവരെ സഹായിക്കുന്നത്. ബ്ലഡ് മണിക്ക് പകരമായി ഇരയുടെ കുടുംബം മാപ്പ് നൽകിയാൽ പ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാമെന്ന് കൗൺസിൽ അംഗം സാമുൽ ജെറോം ഭാസ്കർ ഡിസംബർ 30 അറിയിച്ചിരുന്നു. കുടുംബാംഗങ്ങളുമായും ഗോത്രവർഗ നേതാക്കളുമായും ചർച്ച നടത്താൻ നിമിഷപ്രിയയ്ക്ക് വേണ്ടി അഭിഭാഷകൻ ആവശ്യപ്പെട്ട ഫീസിന്റെ 2ാം ഗഡു റിലീസ് വൈകിയതിനെ തുടർന്നാണ് ചർച്ചകൾ നിലച്ചത്. അഭിഭാഷകൻ ആവശ്യപ്പെട്ട മൊത്തം $40,000 ഏകദേശം $20,000 യമനിലെ ഇന്ത്യൻ എംബസി വഴി 2024 ജൂലൈയിൽ അദ്ദേഹത്തിന് കൈമാറിയിരുന്നു. എന്നാൽ ബാക്കി തുക ലഭിച്ചാലേ ചർച്ച തുടരൂവെന്നാണ് അഭിഭാഷകൻ നിബന്ധന വെച്ചത്. അതേസമയം വധശിക്ഷ നടപ്പിലാക്കാനുള്ള ഉത്തരവിൽ യമൻ പ്രസിഡന്റ് ഒപ്പിട്ടതിനാൽ നിമിഷപ്രിയയുടെ മോചനത്തിന്റെ കാര്യത്തിൽ പ്രതീക്ഷ കുറയുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.